RIC ട്രോയ്ക്ക, റഷ്യ, ഇന്ത്യ, ചൈനയുടെ ഒരു എന്താണ് ശക്തിത്രയം. ഇത് നമ്മൾ അന്ന് ഇവരുടെ മൂന്നുപേരുടെയും ഫോട്ടോ കണ്ടതുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ചൈന ഇതിനകത്ത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഖ്യശക്തി നമുക്ക് അതിൽ വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ ചൈന ഇതിനകത്ത് എത്രത്തോളം ഭാഗമാകുമെന്നൊക്കെ ഉള്ള ചർച്ച അവിടെ സംശയമൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഈ റഷ്യയിൽ ഇപ്പോൾ പോളണ്ടിൻ്റെ ബോർഡറിൽ, അതായത് റഷ്യയിൽ തന്നെ പോളണ്ടിൻ്റെ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് അവിടെ ഇപ്പോൾ ഒരു സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. സ്പാർക്ക് 225 എന്നെന്താണ് അതിൻ്റെ പേര്, ആ ഒരു അഭ്യാസത്തിൻ്റെ പേര്. അതിൽ ഇന്ത്യൻ സൈന്യവും ചൈനയുടെ സൈന്യവും പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇന്നലെ ഈ പോളണ്ടിൽ റഷ്യ ആക്രമണം നടത്തുകയും ചെയ്തു, ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇത് എന്തിൻ്റെങ്കിലും ഒരു സൂചനയാണോ? കാരണം ഈ RIC ഒരു സൈനിക ശക്തിയായിട്ട് വരും, ഈ മൂന്ന് രാജ്യങ്ങളുടെയും സൈനിക ശക്തി ഒരു ഐക്യ ശക്തിയായിട്ട് വരും, അതിനുള്ളൊരു സൂചന എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമോ? എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അത് അങ്ങനെ വന്നാൽ അത് തന്നെയൊക്കെയാണ് ഭയപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു കാര്യം അതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവൻ്റെ പട്ടാളത്തിൻ്റെ ഇരട്ടി വരും ഈ മൂന്ന് രാജ്യം കൂടി. 32 രാജ്യമാണ് ഈ നാറ്റോ. 32 രാജ്യം കൂടിയാൽ വരാത്തതിനെക്കാട്ടി ഒരു ഈ മൂന്ന് രാജ്യം കൂടെ കൂടിയാൽ. അമേരിക്കയെ അപ്പുറത്ത് നിൽക്കുമ്പം ഈ പറയുന്ന GDP അവരുടെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ മൂന്ന് രാജ്യം ഇപ്പുറത്ത് നിൽക്കുമ്പോഴത്തേന് അപകടമാണ്. മൂന്ന് രാജ്യത്തിൻ്റെ വലിപ്പം, റഷ്യ, ഏഷ്യ, 2 രാജ്യം കൂടെ, യൂറോപ്പ്, ഏഷ്യയും കൂടെ കിടക്കും, യൂറേഷ്യ എന്ന് പറയാം, ബാക്കി ഏഷ്യൻ രാജ്യങ്ങൾ. ഇവർക്കിവിടെ യാതൊരു സ്വാധീനവും ഇല്ല. ഇവരെ 3 പേരുടെ കുട്ടിയാൽ തന്നെ ഭയങ്കര പ്രശ്നമല്ലേ, അല്ലെങ്കിൽ ബലമല്ലേ. അതിൻ്റെ കൂടെ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും മറ്റേ മറിച്ചേരാണ് വലിഞ്ഞു കയറി വന്നാൽ എന്ത് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു വല്ലാത്തൊരു സഖ്യമാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ നാറ്റോ അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് റഷ്യക്ക് ത്രട്ടായിട്ട് നിൽക്കുന്നതും ഇപ്പം അമേരിക്ക ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരവസ്ഥയിൽ അമേരിക്കയ്ക്കപ്പുറം റഷ്യക്ക് നിൽക്കുന്നതുമായിട്ടുള്ള റഷ്യക്കെതിരെ നിൽക്കുന്നതുമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളാണ്. അതാണല്ലോ യുക്രൈൻ ഇങ്ങനെ റഷ്യ ട്രംപ് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് കൂടെ എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ട്രംപിന് ഒരു കാര്യമില്ല, അമേരിക്കയ്ക്ക് ഒരു കാര്യമില്ല, വല്ലവനെ തല്ലി ചൈനകത്തുനിന്ന് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. റഷ്യ നാളെ കാലത്ത് അടിക്കാൻ തുടങ്ങിയാൽ വേറെ അമേരിക്ക അടിക്കണേ, അമേരിക്ക എവിടെ കിടക്കുക, അമേരിക്ക എവിടെയെങ്കിലും കിടക്കുക. പിന്നെ കിട്ടിയില്ല. ആദ്യമേ കയറി എന്തുമായാലും റഷ്യ അമേരിക്ക അടിക്കത്തുമില്ല. കാരണം എത്ര പറയുമ്പോഴും അതൊരു വേറെ അവസ്ഥയാണെന്നല്ലോ അടിച്ചാൽ. അയ്യന്മാർക്കാ കിട്ടാൻ പോകുന്നത്. ഇപ്പം ഇന്നലത്തെ ഒരു നാറ്റോയുടെ നീക്കവും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞ കാര്യങ്ങൾക്കകത്തും തീരുമാനം ഉണ്ടാക്കാതിരിക്കുന്നതിന് നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. അതിനകത്ത് ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഈ പറയുന്നത് പോലെ ബ്രിട്ടൻ ഉണ്ട്, അവരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇതിനെതിരെ ഒരു സൈനിക നീക്കം അല്ലെങ്കിൽ ഇവർക്ക് സഹായിക്കുന്നതിന് പ്രത്യക്ഷത്തിൽ വന്നാൽ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു 10,000 പട്ടാളക്കാരെ അങ്ങോട്ട് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ പോളണ്ടിൽ കയറി അടിച്ചത്. അപ്പം മറ്റ് എല്ലാ സമയങ്ങളിലും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ കൂടി സ്പാർക്ക് 225 എന്ന് പറയുന്ന സാധനം എല്ലാ കൊല്ലം സൈനിക അഭ്യാസം നടത്തുമ്പോൾ ഇപ്പോൾ സൈനിക അഭ്യാസത്തിൻ്റെ വ്യത്യാസമുണ്ട്. സൈനിക അഭ്യാസം തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഗേറ്റ്വേയിലാണ്, നാറ്റോയുടെ ഗേറ്റ്വേയിലാണ്. പോളണ്ടിനെ ഇപ്പോൾ അടിക്കാൻ കൊണ്ട് നിർത്തിയേക്കുക. എന്നിട്ട് ഈ സൈനിക അഭ്യാസം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, ബനാറസ് ഉണ്ട്, 20ഓളം രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത ഈ ഒരു കൂട്ടായ്മ ഇപ്പോൾ ഈ സമയത്ത് SCO മീറ്റിന് ശേഷം അല്ലെങ്കിൽ ഈ നാറ്റോയ്ക്കപ്പുറം ഈ പറയുന്ന ബ്രിക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന RIC ഒക്കെ സൈനിക ആ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് അമേരിക്ക ആശങ്കപ്പെടുമ്പോൾ, അങ്ങനെ വന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ തലവേദനയാവുന്ന ആശങ്കപ്പെടുമ്പോഴാണ് ഇപ്പോൾ ഈ സൈനിക നീക്കം. താരിഫിനെ തുടർന്നുണ്ടായ സംഭവമാണ്. താരിഫാണിപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. താരിഫും യുദ്ധവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നു. അതായത് താരിഫ് കൂട്ടിയതിനുള്ള കാരണം പറഞ്ഞെന്തോ, റഷ്യ യുക്രൈൻ യുദ്ധം നേരത്തെ നടക്കും. ഇപ്പം താരിഫ് കൂട്ടിയുള്ള കാരണം പറഞ്ഞ അമേരിക്ക എന്ന് പറയാം. ഇയാൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ധനം മേടിക്കുന്നതിന് ഇവനെല്ലാം മേടിക്കുന്ന അവിടുന്ന്. യൂറോപ്യൻ യൂണിയൻ്റെ 55% ഇന്ധനം ആരാ? റഷ്യ അടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് 15% ഇവിടുന്നാണ് മേടിക്കുന്നത്. യുക്രൈൻ മേടിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് റഷ്യയുടെ 15% ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതൊന്നുമല്ല കാരണം. ഈ പറയുന്ന അപ്പം താരിഫും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പം താരിഫിൻ്റെ കാരണം യുദ്ധമാണെന്നുള്ള രീതിയിൽ കൂട്ടി യോജിപ്പിക്കും. ഒരുപക്ഷെ ഈ താരിഫ് അവസാനിക്കണമെങ്കിൽ ഇതിന് തീരുമാനമാണ്. താരിഫ് പൊളിഞ്ഞല്ലോ. താരിഫിൻ്റെ ഇയാളെ മൊത്തം വ്യാപാര കരാർ ഒരു പരുവത്തിലായി. നമ്മളുമായിട്ട് വ്യാപാര കരാർ ആദ്യം ഉണ്ടാക്കും, അതിനനുസരിച്ച് ലോകത്ത് മൊത്തം വ്യാപാര കരാർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇയാൾ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് അവിടുത്തെ കോടതി വരെ പറഞ്ഞു. പറഞ്ഞു. അപ്പോൾ എന്തോ നമ്മുടെ അടുത്ത് പറഞ്ഞു വ്യാപാര കരാർ. നമ്മൾ പറഞ്ഞു ഇയാളെ ഈ വ്യാപാര കരാർ നമുക്കൊക്കത്തില്ല,
അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ പറയുന്നതുമായിട്ടുള്ളൊരു വ്യാപാരം. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കാൻ പോകും. എന്നിട്ട് മെനഞ്ഞാന്ന് വിളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞു അവന് 100% അടിച്ചു കൊടുത്തേക്കാൻ യൂറോപ്യൻ. ഇവനെ ലോകത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പോഴത്തെ പുതിയ മാധ്യമങ്ങളെല്ലാം കൂടെ വെളിവിട്ടു. കാരണം ഇപ്പോൾ പഴയ പോലുള്ള സെറ്റപ്പ് ഇല്ല. ഇത് വെളിവിടുന്ന ആരാന്നറിയാമോ? അതിനകത്തൊന്നും നല്ല ആളാണെന്നല്ലേ. ഇപ്പോൾ വിജയുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയണമെങ്കിൽ അത് വെളി വരണമെങ്കിൽ വിജയുടെ വീട്ടിൽ ആരെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഈ അമേരിക്കയുമായിട്ട് യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്ക് ഒന്നും പഴയ സഖ്യമോ അല്ലെങ്കിൽ താല്പര്യമൊന്നുമില്ല. ഇവനൊരു നാശമാണല്ലോ ഈ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം ഇതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചാലേ ഒരു പക്ഷേ താരിഫിൻ്റെ പ്രശ്നം പോലും തീരത്തുള്ളൂ. അല്ലെങ്കിൽ അമേരിക്ക വിചാരിച്ച ഒരു അഭ്യാസം അത് തീരത്തുള്ളൂ. കാരണം റഷ്യക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ അങ്ങ് ബാന റഷ്യയായിട്ട്. എന്നാൽ പിന്നെ അവനെല്ലാം കൂടെ അടിച്ചു കഴിയുമ്പോൾ അവനെല്ലാം കൂടെ എന്തുമായാലും കോംപ്രമൈസ് ചെയ്യും. അതിന് വേണ്ടിയുള്ളവർ അടിക്കും. അത്തരത്തിലുള്ള നീക്കത്തിനും വേണ്ടി റഷ്യ പോകുന്നു എന്ന് വേണം കരുതാൻ. അത് പോകുന്നു എന്ന് വേണം കരുതാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രംപും പറഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇവന്മാർ കേൾക്കുന്നില്ല കേട്ടോ, എനിക്കാണെങ്കിൽ ഇത് തലവേന ഏതെങ്കിലും നിർത്തിയിട്ടൊരു നോവൽ സമ്മാനമൊക്കെ മേടിക്കണമെന്ന് വെച്ചിരിക്കുക. അതിനെ ഓരോ ദിവസം യുദ്ധം കൂടി വരിക. ഇയാൾക്ക് നോവൽ സമ്മാനം വേണം. ഇപ്പം മന്നറൊക്കെ ഒരു യുദ്ധം മൂന്നാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വെൻസിലേക്ക് കയറി അടിക്കാനും പോവാം. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇന്ത്യയുടെ അടുത്തുള്ള വൈരാഗ്യം ഈ പറയുന്ന നോബൽ സമ്മാനം അത് മാത്രമാണ്. അത് മാത്രമൊന്നും ശുപാർശ ചെയ്തു. അന്നേരം ഇന്ത്യ പറഞ്ഞ അമേരിക്കാരും നമ്മൾ പറയത്തില്ല ഇയാളെ ഈ പുഴനെയൊക്കെ വിളിച്ചിട്ട്. അത് മാത്രമല്ല ഇവിടെ മധ്യസ്ഥ നടത്തി അത് പറഞ്ഞ് അത് അന്നേരം പറഞ്ഞതില്ല. പിന്നെ ഇയാളുടെ മധ്യസ്ഥയിലാണ് ഇവിടെ കാര്യം നടക്കുന്നത്. ഇയാളുടെ മധ്യസ്ഥയിലാണ്. ഇയാളത് പറയാൻ നോക്കിയാൽ പലവട്ടം നമ്മൾ അതും ഒരു വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞത് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല. പിന്നെ മാത്രം ഇതിനകത്ത് ഇവന്മാരെ ലോകത്ത് കൊള്ളൂല്ലാത്ത പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞതുപോലെ പൈസ ഉണ്ടായെന്നേ ഉള്ളെന്നില്ല. നായിക്ക് മീശ വിളിച്ച് അമ്പട്ടൻ എന്തോന്നൊരു പഴഞ്ചൊല്ലില്ല. പൈസ ഉണ്ടാകുന്നതിൻ്റെ നമ്മളും ഈ പൈസ ഉള്ളവനെ നമുക്ക് നിവൃത്തികേട് കൊണ്ട് അംഗീകരിച്ചല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇയാൾ കോട്ടും ഇയൊക്കെ സംസ്കാരം കണ്ടുണ്ടോ? ഈ പലയിടത്തുനിന്നും എല്ലാം കൂടെ വന്ന് കയറി കുടുംബ സെറ്റപ്പ് പോകുന്നല്ലേ. ടെൻറ്റിനകത്ത് ആൾ കിടന്ന പോലെ വന്ന് കയറി ഇന്ത്യയിൽ നിന്ന് ചെന്നിട്ടുണ്ട്, വേറെ പല രാജ്യങ്ങളിലും ചെന്നിട്ടുണ്ട്. അവിടെ പണിയെടുത്ത് അവിടെ ഒരു രാജ്യമായി ഇതൊരു സമ്പന്നമായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക സംസ്കാരവും പ്രത്യേക സ്വഭാവമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഹിന്ദുമാർക്ക് അവന് പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം ഇതിപ്പോൾ പരമ്പരാഗതമായിട്ടും പാരമ്പര്യമായിട്ടും വളരെ വർഷങ്ങളിൽ പഴക്കമുള്ളതായിട്ടുള്ള സംസ്കാരമൊക്കെ ഉള്ളതാണ്. മറ്റേത് എങ്ങാണ്ടെന്നൊക്കെ വന്നവന്മാർ വന്ന് അമ്മ ഇവിടുന്ന് ചെല്ലുന്നവൻ ഇവിടുത്തെ സംസ്കാരം, വേറെ ഇടത്തുനിന്ന് വരുന്നവൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്നവൻ അവൻ്റെ സംസ്കാരം, മറ്റൊന്നും ഇവനെല്ലാം കൂടെ കിടക്കുന്നത് വരവില്ലേ. അപ്പോൾ ഇവൻ പ്രത്യേക സംസ്കാരമൊന്നുമില്ല. പിന്നെ പൈസ ആയിപ്പോയില്ലേ പറഞ്ഞതുപോലെ. എങ്ങനെയോ അവന് തലയിൽ വര കൊള്ളാവുന്നത് കൊണ്ട് നമ്മൾ ചില മൂപ്പിലാമാരൊക്കെ പറയുന്നുണ്ട് അവന് ചില പുത്തനും ഒക്കെ ആയി. ഇപ്പം അവനെ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയായി. അപ്പം ആ രീതിയിലേക്ക് പോകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഇവൻ. അതെ, രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഇവന് കാറ്റുണ്ടായത്. മൂന്നാം ലോക മഹായുദ്ധത്തിന് ഇവൻ തീരുവെച്ചു. ആ രീതിയിലേക്കുള്ള കാര്യം. അപ്പം പറഞ്ഞു വന്നത് ഈ താരിഫ് യുദ്ധം അവസാനിക്കണമെങ്കിലും ഈ റഷ്യക്ക് ഈ പറയുന്ന പോലെ റഷ്യക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ബാനും സംവിധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ അവസാനിക്കണമെങ്കിലും അതിനകത്തൊരു ലോകക്രമം ഉണ്ടാവണം. കാരണം ഇപ്പം തട്ട് കിട്ടാൻ നിൽക്കുന്നവനും റഷ്യക്കെതിരെ നിൽക്കുന്നവനും എല്ലാം യുദ്ധം എന്താണെന്ന് അറിയുമ്പോൾ യുദ്ധം എന്താണെന്ന് അറിയണമെങ്കിൽ യുദ്ധം ജയിച്ചാൽ പോരാ, സ്വന്തം രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടണം. അന്നേരം കാഷ്വാലിറ്റി ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വിഷയം ഉണ്ടാവും. ഈ പറയുന്ന രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും തൈര് കൂട്ടി അടിച്ച് ചാപ്പാട് പിടിച്ചിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. അത് തന്നെ റഷ്യ ഉദ്ദേശിക്കുന്നത്. എനിക്കെന്തുമായാലും പണി കിട്ടി, യവന്മാരോട് അനുഭവിക്കട്ടെ, ജയിക്കുകയോ നോക്കുമൊന്നും വിഷയമല്ല യുദ്ധത്തിനകത്ത്. പക്ഷേ യുദ്ധത്തിനകത്ത് ഏർപ്പെട്ടാൽ പണി കിട്ടും. അതോടുകൂടി ട്രംപ് പറഞ്ഞു കാണും, ചിലപ്പോൾ അറിയാനൊക്കത്തില്ല, ഇയാൾ അടിക്കട്ടെ, ഞാൻ ഇവന്മാർ അടിച്ചു കഴിയുമ്പോൾ ഇവന്മാർ എന്തുവരെ എൻ്റെ അടുത്ത് വരും, എങ്ങനെയും തീർക്കണമെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ തീർത്ത് തരാം. ഇയാൾക്ക് ഉക്രൈൻ്റെ ഭാഗമൊക്കെ എവിടെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതും തീരും, യുദ്ധവും തീരും, എനിക്ക് ഈ താരിഫിനകത്തുള്ള പ്രശ്നവും തീരും, ഇയാളുടെ ബാനും ഒക്കെ അതോടുകൂടി പോകും. അപ്പോൾ അങ്ങനെ അങ്ങ് പോട്ടെന്ന് ഈ രീതിയിലേക്കുള്ള ഒരു സംസാരവും നടന്നോ എന്ന് പറയാനൊക്കത്തില്ല. ജിയോ പൊളിറ്റിക്സാണ്. അപ്പോൾ എന്തുവായാലും ഈ റഷ്യ അടിക്കുന്നതിന് ഒരു തയ്യാറെടുപ്പിനകത്ത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ബലവും അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയൊക്കെ കൂടായികയില്ല ഈ പറയുന്ന സ്പാർക്ക് 225 എന്ന് പറയുന്ന സൈനിക അഭ്യാസം. അത് കൃത്യം ഗേറ്റ് വേയിൽ തന്നെ, നാറ്റോയുടെ ഗേറ്റ് വേയിൽ തന്നെ, പോളണ്ടിൻ്റെ അതിർത്തിയിൽ തന്നെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ റഷ്യ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തയ്യാറെടുക്കുന്നുണ്ട്.